ഒരു ഡിസ്കഷൻ പോലെ പോവുകയാണ് നല്ലത്. കൂടുതൽ പേരും ജൂനിയേഴ്സ് ഉണ്ടല്ലോ അല്ലേ, കുറച്ച് പേരല്ലേ സീനിയേഴ്സുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ 2-3 സബ്ജക്റ്റൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ റിക്കവറി എടുക്കാം, ലൈൻ ഡിക്ലറേഷൻ, അങ്ങനെ ഓരോ സബ്ജക്റ്റ് വീതം എടുത്തിട്ട് ക്ലാസ് എടുക്കാം. പക്ഷേ ഈ സബ്ജക്റ്റ് ആദ്യം തുടങ്ങി അവസാനം വരെ വെറുതെ ഒന്ന് ഓടിച്ചു പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള സബ്ജക്റ്റാണ്. ഇതെനിക്കിത് അറിയില്ലായിരുന്നു. ആദ്യം ആരോ പറഞ്ഞു ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ ഒരു അഹങ്കാരത്തിനാണ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ക്ലാസ് എടുക്കാൻ നേരത്ത് ഇത് പഠിക്കാൻ നോക്കിയപ്പോഴാണ് എനിക്കെൻ്റെ വിഷമം മനസ്സിലായത്. രാവും പകലിരുന്ന് നോക്കിയിട്ട് കമൻറ്റ് നോക്കിയിട്ട് ആകെ പ്രശ്നമായി. പിന്നെ അങ്ങനെ നോക്കിയിരുന്ന് ഒരുമാതിരി കരയുന്ന പോലെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോയത്. പക്ഷേ എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നുള്ള റിയാക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ്, പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഭംഗി മനസ്സിലായത്. ഇപ്പം നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ട് അവസാനം നമ്മളൊരു ടൂറ് പോകില്ലേ, ടൂറ് പോയി കഴിയുമ്പോഴേക്കും അന്ന് വരെ പരിചയപ്പെടാത്ത കുറേ കൂട്ടുകാരെ നമ്മൾ അന്നായിരിക്കും പരിചയപ്പെടണം. അപ്പം നമ്മൾ വിചാരിക്കും ഈശ്വര ഇവർ ഇതുവരെ പരിചയപ്പെട്ടില്ലല്ലോ, എത്ര നല്ല ആൾക്കാരാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഏകദേശം അതുപോലെയാണ് ഈ സബ്ജക്റ്റ്. ആദ്യം നമുക്ക് തോന്നുന്നു ഇത്തിരി ടഫാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് കുറച്ച് നമ്മളൊന്ന് അതുമായിട്ടൊന്ന് ഇണങ്ങിക്കഴിഞ്ഞ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സബ്ജക്റ്റ് ലോയിൽ ഉള്ളതായിട്ട് തോന്നുന്നത്. അതിൻ്റെ വേറൊരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറവ് അമെൻമെൻറ്റ്സ് വന്നിരിക്കുന്നത് ഈ എവിഡൻസ് ആക്റ്റിലാണ്. ഇപ്പോൾ ഈ പുതിയ അമെൻമെൻറ്റ്സ് വന്നിട്ടും കാര്യമായിട്ടുള്ള അമെൻമെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഒരു ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കൺഫഷൻ എന്നുള്ളത് കുറേ സെക്ഷൻ ഉണ്ടാക്കിയിരുന്നതെല്ലാം കൂടി ഒറ്റ സെക്ഷനാക്കി. പിന്നെ ഡിജിറ്റൽ എവിഡൻസ് എന്നുള്ള കുറച്ച് സംഗതികളും കൂടി ചേർത്തു. അല്ലാതെ കാര്യമായിട്ട് ഇതൊന്നും വന്നില്ല. പിന്നെ ഈ പ്രൊസീജിയറൽ ലോ എന്നും പറയും. ഈ സബ്സ്റ്റാൻറ്റീവ് എന്നുള്ള വാക്ക് പലപ്പോഴും നമുക്ക് ഇനിയും ഈ കേസിൽ എപ്പോഴും വരുന്ന സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറയും. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എ ലോ വിച്ച് ഡീൽസ് അബൌട്ട് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ് തരുന്നതാണ്. പിന്നെ IPC ഉണ്ട്, കോൺട്രാക്റ്റ് ഉണ്ട്. അതെല്ലാം സബ്സ്റ്റാൻറ്റീവ് റൈറ്റ്സിനെ കുറിച്ച് ഡ്യൂട്ടീസിനെ കുറിച്ചും പറയുന്നതാണ്. അതാണ് സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ വന്നിട്ട് അത് നടപ്പിലാക്കും. നമുക്കറിയാം CRPC, CPC, അതുപോലെ എവിഡൻസ് ആക്റ്റും ഒരു പ്രൊസീജിയറൽ ലോയാണ്, അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് ലോയിനെ സഹായിക്കുന്ന ഒരു അജക്റ്റീവ് ലോയാണ്. ഇതാണ് ആ ലോയിൻ്റെ അതിന് ലെക്സ് ഫോറെ എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണമെന്നില്ല. ലെക്സ് ഫോറെ ഈ എക്സാമിനേഷൻ ബേസിലല്ല ഞാനിപ്പോൾ എടുക്കുന്നത്. എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതെല്ലാം പഠിച്ച് പോകണം. ഇപ്പോൾ ഈ ഉച്ച സമയത്ത് നമ്മൾ അങ്ങനെ അത്രയും ഇതായിട്ടല്ല ഞാൻ ഓടിച്ച് പോകാമെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം കുറച്ച് ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ഫാക്റ്റ് ഉണ്ട്, ഫാക്റ്റിന് ഇഷ്യൂ ഉണ്ട്, എവിഡൻസ് ഉണ്ട്, ഡോക്യുമെൻ്റ് ഉണ്ട്, പിന്നെ പ്രൂവ്ഡ്, നോട്ട് പ്രൂവ്ഡ്, ഡിസ്പ്രൂവ്ഡ്, അതുപോലെയുള്ള ആ ആദ്യം സെക്ഷനിൽ പറഞ്ഞ കുറച്ച് ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെലവൻസ് ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ടാണ്. പലപ്പോഴും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ പല കോടതികളിലും ചോദിക്കേണ്ട അത് ചീഫിൽ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത് ക്രോസ് ചെയ്യുന്ന ചോദ്യമൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യുക? അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ചീഫിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ സൂര്യന് താഴെയുള്ള ഏത് സബ്ജക്റ്റിനെ കുറിച്ചും എനിക്ക് ചോദിക്കാം, പ്രൊവൈഡഡ് ഇറ്റ് കംസ് അണ്ടർ സെക്ഷൻ 5 to 55. സീനിയർ ലോയേഴ്സ് പണ്ട് പറഞ്ഞേക്കണതെന്ന് പറഞ്ഞ് കേട്ടേക്കണം. എനിക്ക് എന്ത് വേണേൽ ചോദിക്കാം. അത് 5 തുടങ്ങി 55 വരെയുള്ള സെക്ഷനിലുള്ളതാണെങ്കിൽ എനിക്ക് ചോദിക്കാം. മീൻസ് റെലവൻ്റ് ആണെങ്കിൽ ചോദിക്കാം. അല്ലാതെ ചീഫിൽ പറഞ്ഞത് മാത്രമേ ക്രോസിൽ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഇന്നത് പഠിക്കാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, റെലവൻസ് ഓഫ് ഫാക്ട്സ് എന്നുള്ള ചാപ്റ്റർ നമുക്കൊന്ന് നോക്കി പോകുമ്പോൾ ഞങ്ങൾ സാധാരണ നമ്മളവിടെ ചെയ്യുന്ന അതിൻ്റെ ഇലിസ്ട്രേഷൻസും കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. ഇത് പല സംഗതികളും നമുക്ക് പിന്നീട് ഭയങ്കര ഉപകാരം ചെയ്യും ഈ എവിഡൻസ് ആക്ട് പഠിച്ചാൽ. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഓൺ പ്രൂഫ് എന്നും പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ
ഓറൽ എവിഡൻസിനെ കുറിച്ച് 2 സെക്ഷൻ ഉണ്ട്, 59ഉം 60. പിന്നെ അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് എന്നും പറഞ്ഞ് എഫക്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് 3 പാർട്ടുകളാണ് ഉള്ളത്. അതിൽ ആ ബേർഡൻ ഓഫ് പ്രൂഫൊക്കെ പഠിക്കാൻ നല്ല രസമുള്ള സെക്ഷൻസാണ്. നമ്മൾ വായിച്ചാൽ മനസ്സിലാവില്ല, പക്ഷേ അതിനകത്ത് ചില സംഗതികളൊക്കെ പറയും. ഇപ്പോൾ 101 ഓഫ് എവിഡൻസ് ആക്ട് ഉണ്ട്. അതായത് ആരാണ് കോടതിയിലേക്ക് ഒരു കേസുമായിട്ട് വരുന്ന അയാൾ പ്രൂവ് ചെയ്യണമെന്ന് പറയുന്ന സെക്ഷനാണ്. അത് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആര് എവിഡൻസ് കൊടുത്തില്ലെങ്കിൽ അയാൾ തോറ്റുപോകുമെന്ന് പറയുന്ന സെക്ഷനാണ് 102. ഇതൊക്കെ വരുമ്പോൾ നമ്മളാകപ്പെടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും, ഇത് എങ്ങനെയാണ് ഇത് ഡിസൈഡ് ചെയ്യണത്. അതിനുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ 101ൻ്റെ സൈഡിൽ നമ്മൾ എഴുതിയിടും ദ ബേർഡൻ ഓഫ് എസ്റ്റാബ്ലിഷിങ് ദ കേസ്. ആരാണോ കോടതിയിലേക്ക് വരുന്നത് അവർക്ക് ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള ബേർഡൻ ഓഫ് എസ്റ്റാബ്ലിഷിങ് ദ കേസാണ് 101ലുള്ളത്. 102ൻ്റെ സൈഡിൽ എഴുതിയിടും ബേർഡൻ ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ എവിഡൻസ്. ഇപ്പോൾ പ്രിസംഷൻ ഉള്ളപ്പോൾ നമുക്കറിയാമല്ലോ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ പ്രിസംഷൻ ഉണ്ട്. 139 അല്ലേ പ്രിസംഷൻ ഉള്ളത്? അതെ. ഒപ്പം അക്കൗണ്ട് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ പ്രസ്യൂംഡ് ദാറ്റ് വാലിഡ് കൺസിഡറേഷൻ എന്നുള്ളത്. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബേർഡൻ ഇപ്പുറത്തേക്ക് മാറും, മറ്റേയാൾ പ്രൂവ് ചെയ്യണം. അങ്ങനെയല്ലേ അത് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യണത്. അപ്പോൾ 102ൽ പറയുന്നതാണ്, അതിൽ നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പം, ഇറ്റ് ഈസ് ദ ബേർഡൻ ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ എവിഡൻസ്. എങ്ങനെയൊക്കെ പ്രിസംഷൻസോ എവിഡൻസോ വരുന്നോ അതനുസരിച്ച് ആരാണോ എവിഡൻസ് കൊടുക്കേണ്ടി വരുന്നത് അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 102. അപ്പോൾ ഇതിങ്ങനെ പഠിച്ച് വരുമ്പോഴേക്കും നല്ല രസമുള്ള സബ്ജക്റ്റാണിത്. അപ്പോൾ നമുക്ക് പേടിക്കാണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സബ്ജക്റ്റാണ്. ഇനി നമുക്ക് ഓരോ അങ്ങനെ പതിയെ തുടങ്ങി വയ്ക്കാം. ഇന്ന് ഓരോ ഡെഫിനിഷൻസിൻ്റെ ഇതൊന്ന് പറഞ്ഞ് തുടങ്ങട്ടെ. വസ്തുത എന്ന് പറയില്ല, ഇതിൽ അത്രയ്ക്ക് ആദ്യം തോന്നും എന്താണ് ഇത്രയ്ക്ക് പ്രധാനമായിട്ട് ഫാക്റ്റ് പഠിക്കാനുള്ളതെന്ന് തോന്നാം. പക്ഷേ ഇത് നമ്മൾ സെക്ഷൻ 27 റിക്കവറി എന്നൊക്കെ പറയല്ലേ, എന്നെ കൊണ്ടുപോയാൽ ഞാൻ കാണിച്ചു തരാം കത്തി എവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഫാക്റ്റ് ഡിസ്കവർ ചെയ്യുന്ന കാര്യമാണ് പറയണത്. അവിടെ വസ്തുവല്ല ഡിസ്കവർ ചെയ്യുന്നത്, വസ്തുതയാണ്. വസ്തുവും വസ്തുതയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഈ ഫാക്റ്റ് എന്നുള്ള ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഫാക്റ്റിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ, ഫാക്റ്റ് മീൻസ് എനിത്തിങ്, സ്റ്റേറ്റ് ഓഫ് തിങ്, റിലേഷൻ ഓഫ് തിങ്, fact means and includes anything, state of things or relation of things capable of being perceived by the senses. പെർസീവ് ചെയ്യുന്ന വെച്ചാൽ ഗ്രഹിക്കുക. പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് ഒരു സംഗതി, അതിൻ്റെ അവസ്ഥ, സംഗതികൾ തമ്മിലുള്ള ബന്ധം. സിമ്പിൾ അല്ലേ? ഫാക്റ്റ് മീൻസ് എനിത്തിങ് ഇൻ സ്റ്റേറ്റ് ഓഫ് തിങ്, റിലേഷൻ ഓഫ് തിങ്സ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് പെർസീവ്ഡ് ബൈ ദ സെൻസസ്. ഒരെണ്ണം കൂടിയുണ്ട്, എനി മെൻ്റൽ കണ്ടീഷൻ ഓഫ് വിച്ച് എനി പേഴ്സൺ ഈസ് കോൺഷ്യസ്. അപ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റാണത്. കോൺഷ്യസ് ആയിരിക്കണം. ഇത് ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ലോകത്തുള്ള എല്ലാ ഫിസിക്കൽ ഒബ്ജക്ട്സും എല്ലാ സൈക്കോളജിക്കൽ ആസ്പെക്ട്സും ഫാക്റ്റ് എന്ന് പറഞ്ഞ ഇതിൽ വരും. സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ക്രിമിനൽ കേസാണെങ്കിലും എന്ത് കേസാണെങ്കിലും ഈ ഇൻറ്റൻഷൻ ഉണ്ടാവും, നെഗ്ലിജൻസ് ഉണ്ടാവും, അങ്ങനെ കുറേ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ഇതിൽ അറിയണമല്ല. അതെല്ലാം വരുന്നത് ഈ എനി മെൻ്റൽ കണ്ടീഷൻ ഓഫ് വിച്ച് എനി പേഴ്സൺ ഈസ് കോൺഷ്യസ് ഓഫ് എന്നുള്ളതിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഫിസിക്കൽ ഒബ്ജക്ട്സ് ആസ് വെൽ ആസ് ഓൾ മെൻ്റൽ കണ്ടീഷൻ, ഓൾ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്നുള്ളതും ഈ ഫാക്റ്റ് എന്ന് പറഞ്ഞ ഇതിൽ വരും. അപ്പോൾ ഫാക്റ്റും ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ ഒന്ന് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ടാഞ്ചിബിളാണ്, നമുക്ക് കണ്ട് നോക്കി അറിയാവുന്ന. ഫാക്റ്റിൻ്റെ അകത്ത് നമുക്ക് ഈ സെൻസസ് കൊണ്ട് അറിയാൻ വയ്യാത്ത, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ വയ്യാത്തതായ
മനസ്സിൻ്റെ അകത്തുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പോലും അതുകൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ വസ്തുത എന്ന് പറയുന്നതും വസ്തു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സെക്ഷൻ 27 ഓഫ് ദി എവിഡൻസ് ആക്ടിൽ വരുമ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് വെൻ എനി ഫാക്ട് ഈസ് ഡിസ്കവേർഡ് എന്നല്ലേ പറയണത്. ഫാക്ട് അവിടെ ഒരു വസ്തുതയാണ്. എന്താണ് അതിനൊരു പഴയ ഒരു ഒരു കത്തി കണ്ടെടുത്തപ്പോൾ അതിന് പണ്ട് പറയുന്ന നൈഫ്സ് വർ ഡിസ്കവേർഡ് ലോങ് ബാക്ക്. നൈഫ്സ് അല്ല, കത്തിയല്ല ഇവിടെ കണ്ടെടുക്കുന്നത്. ഇവിടെ കത്തി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള പ്രതിയുടെ അറിവാണ് ഇവിടെ ഡിസ്കവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അവിടെ ഈ ഫാക്റ്റ് എന്ന് പറയുന്നത് ഒരു കത്തി, ഇപ്പോൾ കള്ളനെ പിടിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുത്തിയാളെ കുറിച്ച് ചോദ്യം ചെയ്തു കഴിയുമ്പോൾ പോലീസുകാർക്ക് അയാളുടെ മൊഴി രേഖപ്പെടുത്താം. നമ്മുടെ പഴയ CRPCയിൽ 160 പ്രകാരം കേസിനെ സംബന്ധിച്ച് എനി പേഴ്സൺ ഹു ഈസ് അക്വൈൻറ്റഡ് വിത്ത് ദി ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസ് അവരെ ചോദ്യം ചെയ്യാം. അതിൻ്റെ ഹെഡിങ് പവർ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ടു ക്വസ്റ്റ്യൻ ദ വിറ്റ്നസസ് എന്നാണെങ്കിലും സെക്ഷൻ 160 വായിച്ചു വരുമ്പോൾ അതിനകത്ത് പറയുന്ന ഹി ഹാസ് ഗോട്ട് ദ പവർ ടു ക്വസ്റ്റ്യൻ എനി പേഴ്സൺ ഹു ഈസ് അക്വൈൻറ്റഡ് വിത്ത് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസ് എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അക്വൈൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ പ്രതിയാണ്. അപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള സെക്ഷൻ ഏതാണെന്നുള്ളത് ചോദിച്ചാൽ സെക്ഷൻ 160 സാക്ഷികളെ ചോദ്യം ചെയ്യുന്ന സെക്ഷൻ തന്നെയാണ് പ്രതികളെ ചോദ്യം ചെയ്യണം. അങ്ങനെ ചോദ്യം ചെയ്തു വരുമ്പോൾ അവൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിനെ പറഞ്ഞു വരുമ്പോൾ അവൻ പറയും, ഞാൻ കുത്തിയ കത്തി ഞാൻ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. പക്ഷെ അത് മുഴുവൻ എഴുതിയെടുക്കാൻ പാടില്ല. സെക്ഷൻ 25 എവിഡൻസ് ആക്ട് പ്രകാരം കുത്തിയ കത്തി എന്ന് പറയുമ്പോൾ അത് കൺഫെഷനായി. നോ കൺഫെഷൻ മെയ്ഡ് ടു എ പോലീസ് ഓഫീസർ ഷാൽ ബി പ്രൂവ്ഡ് ആസ് അഗൻസ്റ്റ് എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ്. ബേസിക് ഇതാണ് നമ്മുടെ. നോ പേഴ്സൺ ഷാൽ ബി കമ്പൽ ടു ബി എ വിറ്റ്നസ് അഗൻസ്റ്റ് വൺ സെൽഫ് എന്നുള്ളതിൻ്റെ ഡെവലപ്ഡ് ആയിട്ട് വന്നു. അത് ഇന്ത്യയിലെ കൺഫെഷനും ഇംഗ്ലണ്ടിലെ കൺഫെഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പോലീസുകാരനും ഇംഗ്ലണ്ടിലെ പോലീസുകാരനും തമ്മിൽ അവരുടെ സംസ്കാരം തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പം ഇംഗ്ലണ്ടിലാണെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അവരാദ്യം പറയുക, യു ഹാവ് ഗോട്ട് ദ റൈറ്റ് ടു കീപ് സൈലൻറ്റ്, യു ഹാവ് ഗോട്ട് ദ റൈറ്റ് ടു ഗെറ്റ് ദ അസിസ്റ്റൻസ് ഓഫ് എ ലോയർ ആൻഡ് വാട്ട് എവർ യു സേ ക്യാൻ ബി യൂസ്ഡ് അഗൻസ്റ്റ് യു എന്ന് 3 വാർണിങ്ങുകൾ കൊടുക്കും അവിടെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഈ കൺഫെഷൻ അഡ്മിസിബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസുകാരെന്താ ചെയ്യുക? കിട്ടിയാൽ ഉടനെ തന്നെ ആദ്യം ചെയ്യുന്ന ഒരു കൺഫെഷൻ എടുത്ത് അവനെ കൊണ്ടൊരു കൺഫെഷൻ എടുത്തിട്ട് അത് എവിഡൻസ് ആയിട്ട് കൊടുക്കും. അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് കൺഫെഷൻ ടു എ പോലീസ് ഓഫീസർ ഇസ് ഇൻഅഡ്മിസിബിൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതിയുടെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്നും കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് വിച്ച് ഡിസ്റ്റിങ്ക്റ്റ്ലി റിലേറ്റ്സ് ടു ദ ഫാക്ട് സോ ഡിസ്കവേർഡ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ആ അറിവ് ഈ കത്തി ഒളിപ്പിച്ച് വെച്ചിട്ട് കത്തി എടുത്തു എന്നുള്ളതല്ല, ഈ പ്രതിക്ക് മാത്രം അറിയാവുന്ന മറ്റുള്ളവർക്ക് അറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്തു നിന്ന് കത്തി എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എക്സ്ക്ലൂസീവ് നോളജ് ഓഫ് ദ അക്യൂസ്ഡ് ആണ്. ഇപ്പോൾ ഒരു മാല കട്ടെടുത്തു, ഞാൻ കട്ടെടുത്ത മാല അവിടെ വെച്ചിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മാല എടുക്കുന്നു. അവിടെ കട്ടെടുത്ത എന്നുള്ള വാക്ക് എടുക്കാൻ പാടില്ല, കോടതിയിൽ നോക്കാൻ പാടില്ല, ബാക്കിയുള്ളത് വെച്ച് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ഫാക്ട് ഡിസ്കവേർഡ് ഈസ് നോട്ട് ദ നൈഫ്, ഇറ്റ് ഈസ് ദ എക്സ്ക്ലൂസീവ് നോളജ് ഓഫ് ദ അക്യൂസ്ഡ്. അത് ഞാൻ ഇത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫാക്റ്റും വസ്തുതയും വസ്തുവും തമ്മിലുള്ള ആ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോളജ് അതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഇതാണ് ഫാക്റ്റ് എന്ന് പറഞ്ഞാലുള്ള ഒരു ഡെഫിനിഷൻ. ഇനി അതിൻ്റെ ഇലിസ്ട്രേഷൻസൊക്കെ ഞാൻ വായിച്ചാണ് പോകുന്നത്. ഇവിടെ വായിക്കണമെന്ന് വേണം, ഞാനത് പെട്ടെന്നൊന്ന് വായിച്ചേക്കാം. That there are certain objects arranged in certain order in a certain place is a fact. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നു, ഇത്ര പേര് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. That a man heard or saw something is a fact. പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് അറിയാൻ പറ്റുന്ന വസ്തുക്കൾ അത്. That a man said certain words, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. That a man holds certain opinion, has a certain intention, acts in good faith or fraudulently
or uses a particular word in a particular sense, or is or was at a specified time conscious of a particular sensation is a fact. അപ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും നമ്മുടെ ഒപ്പീനിയൻ ഇതാണ്, ഫാക്റ്റാണ്. ഫിസിക്കലും സൈക്കോളജിക്കലും ആയിട്ടുള്ള എല്ലാ വസ്തുതകളും ഫാക്റ്റാണ്. ദാറ്റ് എ മാൻ ഹാസ് എ സെർട്ടൻ റെപ്യൂട്ടേഷൻ ഇസ് എ ഫാക്ട്. ഇതാണ് ഫാക്റ്റ് എന്നുള്ള, ഇതിപ്പോൾ വലിയ സംശയമില്ല. ഞാൻ ഇങ്ങനെയാണ് അവിടെ ക്ലാസ് എടുത്തു പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതൊരു വളരെ ബേസിക്കാണല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക. ഇങ്ങനെ പോയാലേ അല്ല അത് ശരിയാവുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത വാക്ക് റെലവൻ്റ് ആണ്. റെലവൻ്റ് എന്ന് പറഞ്ഞാൽ പ്രസക്തമായ എന്നുള്ള അർത്ഥമാണ്. ഫാക്ട് ഈസ് റെലവൻ്റ് ടു അനദർ ഫാക്ട് എന്ന് ഒന്നിനോട് ഒരു ബന്ധമുണ്ട്, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമല്ലോ, അതാണ് പറയുന്നത്. പക്ഷേ എവിഡൻസ് ആക്ടിനെ സംബന്ധിച്ച് റെലവൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ അതിൻ്റെ ബന്ധം എന്താണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. 5 തുടങ്ങി 55 വരെയുള്ള വകുപ്പുകളിൽ പെടുന്നതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, വൺ ഫാക്ട് ഈസ് സെറ്റ് ടു ബി റെലവൻറ്റ് ടു അനദർ വെൻ ദ വൺ ഈസ് കണക്റ്റഡ് വിത്ത് ദ അതർ ഇൻ എനി ഓഫ് ദ വേസ് റെഫേർഡ് ടു ഇൻ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് റിലേറ്റിംഗ് ടു ദ റെലവൻസി ഓഫ് ആക്ട്. റെലവൻസി ഓഫ് ആക്ട് എന്ന് പറഞ്ഞ് 5 തുടങ്ങി 55 വരെ. ഞാൻ പഴയ ആക്ട് പ്രകാരമാണ് പറയണത്, പുതിയത് വേണ്ട. അതിനകത്ത് ഒരു 2 സെക്ഷൻ കുറഞ്ഞാണ് ആദ്യമൊക്കെ വന്നത്. അപ്പോൾ 5 തുടങ്ങി 55 വരെയുള്ള സെക്ഷൻസാണ് റെലവൻസി ഓഫ് ആക്ട്സ് എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രം തോന്നുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റെലവൻറ്റ്. ഇത് എവിഡൻസ് ആക്ട് പ്രകാരമുള്ള റെലവൻറ്റ് എന്നതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. പിന്നെ വരുന്നതാണ് ഫാക്ട്സ് ഇൻ ഇഷ്യൂ. ഫാക്ട്സ് ഇൻ ഇഷ്യൂയും റെലവൻറ്റ് ഫാക്റ്റുമാണ് എല്ലാ സെക്ഷനിലും കിടന്ന് കളിക്കണം. ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഫോർ ഡിറ്റർമിനേഷൻ. നമ്മളിപ്പോൾ ജഡ്ജ്മെൻറ്റ് കിട്ടുമ്പോൾ കാണാറില്ല പോയിൻറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ആർ എന്ന് പറഞ്ഞല്ലേ മിക്ക ക്രിമിനൽ കോർട്ടിൽ. ഇപ്പം ഞാൻ കൂടുതൽ അത് ചെയ്യണം. ജഡ്ജ്മെൻറ്റ് ഫാക്ട്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്കഷൻ വരുമ്പോൾ പോയിൻറ്റ്സ് ഫോർ ഡിറ്റർമിനേഷൻ എന്ന് പറയും. അതായത് ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ഈ കേസ് തീർപ്പാക്കുന്നതിന് വേണ്ട, അതാണ് പോയിൻറ്റ് ഫോർ ഡിറ്റർ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫാക്റ്റ് ഇൻ ഇഷ്യൂ. മലയാളത്തിൽ പറഞ്ഞാൽ വിവാദ വസ്തുത എന്ന് പറയും. ഇപ്പം എല്ലാ കേസുകളിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ റൈറ്റ്, ലയബിലിറ്റി, ഡിസബിലിറ്റി. ഈ 3 വസ്തുത ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കലാണ് കോടതിയുടേത്. ഇപ്പോൾ സിവിൽ കേസ് എടുത്താലും പിന്നെ സിവിൽ കേസിനും ക്രിമിനൽ കേസിനും ഇത് ഞാൻ പറയേണ്ട കാര്യമില്ലെങ്കിലും തമാശകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേറെ എവിഡൻസ് ആക്ട് ഉണ്ട്, ക്രിമിനൽ എന്നൊക്കെ പണ്ട് തമാശയ്ക്ക് പറയുന്നത്. സിവിൽ കേസിനും ക്രിമിനൽ കേസിനും എല്ലാം ഒറ്റ എവിഡൻസ് ആക്റ്റല്ലേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അപ്പോൾ ഫാക്ട് ഇൻ ഇഷ്യൂ, റൈറ്റ്, ലയബിലിറ്റി ആൻഡ് ഡിസബിലിറ്റി ഇതാണ് തീരുമാനിക്കപ്പെടുന്നത്. എന്ത് സിവിൽ കേസാണെങ്കിലും ക്രിമിനൽ കേസാണെങ്കിലും കോടതിക്ക് തീർപ്പാക്കേണ്ടത് ഏതെങ്കിലും കേസുകളിൽ വന്ന് ഇന്നയാൾക്ക് ഇന്ന റൈറ്റ് ഉണ്ടോ, ഇന്ന ആൾ ലയബിളാണോ, ഇന്ന ആൾ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ, ഈ 3 കാര്യങ്ങൾ തീർപ്പാക്കുക എന്ന പ്രശ്നമാണ് എല്ലാ കോടതികളിലും അത് ശരിക്കും ജഡ്ജസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേസുമായിട്ട് വരുന്ന ഒരാൾ പറയും എനിക്ക് ഈ റൈറ്റ് ഉണ്ടെന്ന് പറയും, മറുഭാഗം അതില്ല എന്ന് പറയും. സോ വൺ പാർട്ടി വിൽ ബി അസർട്ടിങ് ദ റൈറ്റ്, ദി അതർ പാർട്ടി വിൽ ബി ഡിനേയിങ് ഇറ്റ്. അത് നോക്കിക്കഴിഞ്ഞ് റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കോടതിക്ക് കാണണം. അല്ലെങ്കിൽ ലയബിലിറ്റി ഉണ്ടോ, ഈസ് ഹി ലയബിൾ ടു ബി പണിഷ്ഡ് ഓർ ഈസ് ഹി ഡിസബിൾഡ് ബൈ ബീയിങ് ആൻ ഇൻസെയിൻ പേഴ്സൺ. ഇൻസെയിൻ പേഴ്സൺ ആണെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ആണെങ്കിലും അയാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നത്തിങ് ഈസ് ആൻ ഓഫൻ. ദോസ് ആർ ഡിസബിലിറ്റീസ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ റൈറ്റ്, ലയബിലിറ്റി, ഡിസബിലിറ്റി ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം. അതാണ് ഒരു ചുമതല. ഉണ്ടെങ്കിൽ അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്താണ് എന്ന് തീരുമാനിക്കണം. ഈ റൈറ്റ് തന്നെ ഉണ്ടെന്ന് ഒരു കേസിൽ ഒരു പാർട്ടി അസർട്ട് ചെയ്യുമ്പോൾ അതില്ല എന്ന് പറഞ്ഞ് എതിർ പാർട്ടി ഡിനേ ചെയ്യുകയും ചെയ്യും. അങ്ങനെയല്ലേ? അതെ. അപ്പോൾ
ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മളതിൻ്റെ ഡെഫിനിഷൻ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇല്ലാതെ വായിച്ചാൽ കുറച്ച് പാടാണത്. ഞാനൊന്ന് വായിക്കട്ടെ ഫാക്ട് ഇൻ ഇഷ്യൂയുടെ. The expression facts in issue means and includes any fact from which either by itself or in connection with other facts the existence, non-existence ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, നേച്ചർ ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ രീതി എന്താണ്, എനി റൈറ്റ്, ലയബിലിറ്റി ഓർ ഡിസബിലിറ്റി, അസേർട്ടഡ് ഓർ ഡിനൈഡ്, ഒരാൾ ഉണ്ടെന്ന് പറയുന്നു, ഒരാൾ ഡിനൈ ചെയ്യുന്നു. ഇൻ എനി സൂട്ട് ഓർ പ്രൊസീഡിങ് നെസസറിലി ഫോളോസ്. ഈ സൂട്ട് ഓർ പ്രൊസീഡിങ്സ് എന്നുള്ളതിൽ സൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിവിൽ കേസാണ്. പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കേസുകളും ഈ പ്രൊസീഡിങ്ങിൽ വരും. അപ്പോൾ ആ രണ്ട് വാക്കിൽ ഈ ക്രിമിനൽ കേസസും സിവിൽ കേസും എല്ലാ കേസുകളും ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ any fact from which either by itself or in connection with other facts the existence, non-existence, nature or extent of any right, liability or disability asserted or denied in any suit or proceeding necessarily follows. ഇത് നമ്മളിത് ഈ ഒരു ബേസിക് ഐഡിയ ഇല്ലാണ്ട് വായിച്ചാൽ നമുക്കിത് മനസ്സിലാവില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും, ആർക്കൊക്കെ എന്തൊക്കെ റൈറ്റ് ഉണ്ട്, ആരൊക്കെ ലയബിളാണ്, ആരൊക്കെ ശിക്ഷിക്കപ്പെടാൻ പാടില്ലാത്തവരാണ് എന്നുള്ളത്, അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, വെദർ ഇറ്റ് എക്സിസ്റ്റ് ഓർ ഡസ് നോട്ട് എക്സിസ്റ്റ്, റൈറ്റ് ഓർ ലയബിലിറ്റി ഓർ ഡിസബിലിറ്റി, വെദർ ഇറ്റ് എക്സിസ്റ്റ് ഓർ ഇല്ല, ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം. അതൊന്നും പറ്റും. ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ പ്രൈവറ്റ് ഡിഫൻസ് നമ്മൾ പ്ലീഡ് ചെയ്യുന്നു. പ്രൈവറ്റ് ഡിഫൻസ് ക്യാൻ എക്സീഡ് ടു ദ ലിമിറ്റ് ഓഫ് ക്രോസിങ് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ. ഒരാളെ വേണമെങ്കിൽ കൊത്തിക്കൊല്ലാം, എന്നെ കൊല്ലും, അല്ലെങ്കിൽ എനിക്ക് ഗ്രീവസ് ഇഞ്ചറി വരും എന്നുള്ള ഭയം, ശരിക്കുള്ള ഭയം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാളെ കുത്തി അയാൾ മരിച്ചാലും ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്തോരമുണ്ട്. അല്ലെങ്കിൽ ഒരാളെ 302 പ്രകാരം ഒരാളെ കൊലക്കുറ്റം ചെയ്തു, കൾപ്പബിൾ ഹോംസൈഡ് ചെയ്തു എന്ന് കണ്ടു. അത് 302 ആണോ, 304 പാർട്ട് 1 ആണോ, പാർട്ട് 2 ആണോ, നോളജ് ആണോ, കൾപ്പബിൾ ഹോംസൈഡ് ഡൺ വിത്ത് നോളജ് ആണോ, ഇൻറ്റൻഷനാണോ എന്നുള്ള ആ പല ലിമിറ്റുകളുണ്ട്. അതാണ് നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റൈറ്റ്, ലയബിലിറ്റി, ഡിസബിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഫാക്ട് ഇൻ ഇഷ്യൂ വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. അതായത് റൈറ്റ്, ലയബിലിറ്റി, ഡിസബിലിറ്റി എന്ന 3 കാര്യങ്ങളാണ് തീരുമാനിക്കപ്പെടുന്നത് എല്ലാ കോടതികളിലും. അത് ഉണ്ടെന്നൊരു പാർട്ടി അസെപ്റ്റ് ചെയ്യും, അതില്ലാന്ന് മറ്റേ പാർട്ടി ഡിനൈ ചെയ്യുകയും ചെയ്യും. അത് ഉണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ നേച്ചർ എന്താണ്, എക്സ്റ്റെൻറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇത് തീരുമാനിക്കപ്പെടുമ്പോൾ അറിയും. ഇനി ഞാൻ ഒന്നും കൂടി വായിക്കാം. എക്സ്പ്രഷൻ ഫാക്ട്സ് ഇൻ ഇഷ്യൂ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഫാക്ട് from which either by itself or in connection with other facts the existence, non-existence, nature or extent of any right, liability or disability asserted or denied in any suit or proceeding necessarily follows. ഇതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കേസിൽ, ഇപ്പോൾ സിവിൽ കേസിലാണെങ്കിൽ ഒരു പ്രോണോട്ടിലോ അല്ലെങ്കിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ എന്താ, ഞാൻ പൈസ കൊടുത്തു, അയാൾ എനിക്കതിന് ഒരു പ്രോണോട്ട് എഴുതി തന്നു, അയാൾ ഇതുവരെ എനിക്ക് പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ഫാക്റ്റിന് ഇഷ്യൂ ആയിട്ട് എന്തൊക്കെയാണ് വരിക, അത് അവരുടെ കൗണ്ടർ അനുസരിച്ചിരിക്കും. കൗണ്ടറിൽ പറയണ പൈസ മേടിച്ചിട്ടേ ഇല്ല, ഇങ്ങനൊരു ട്രാൻസാക്ഷനേ ഇല്ല എന്ന് പറയണ, അതിനകത്ത് ഫാക്റ്റിന് ഇഷ്യൂ ആയിട്ട് വരുന്ന എന്തൊക്കെയായിരിക്കും, പ്രോണോട്ട് കൊടുത്തിട്ടുണ്ടോ, പൈസ കൊടുത്തിട്ടുണ്ടോ, അയാൾ തിരിച്ചു കൊടുത്തോ, ഈ 3 കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതാണ് സിവിൽ കേസിൽ വരുന്നത്. അതേസമയം അയാൾ പറയണത് ഞാൻ പ്രോണോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, പൈസ പക്ഷേ ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അഡ്മിറ്റ് ചെയ്തു, അത് പിന്നെ നോക്കേണ്ട കാര്യമില്ല. അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. 58 എവിഡൻസ് ആക്ട്. പഴയ ആക്ടാണെങ്കിൽ നമുക്ക് സുഖമാണ്. ഇതിപ്പോൾ പുതിയ വന്നപ്പോൾ ആകെ ഒരു ഇത്, മറ്റേ നമുക്കിങ്ങനെ പറഞ്ഞിട്ട് ഇടയ്ക്ക് 58 എന്നൊക്കെ പറയുമ്പോൾ ആൾ വലിയ ആളാണെന്നൊക്കെ കോടതിയൊക്കെ വിചാരിക്കുമായിരുന്നു. ഇപ്പോൾ പറ്റില്ല.
ഇത് അങ്ങനെ. അപ്പോൾ ഒരു പ്ലെയിനിലുണ്ടാവും, റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ സിവിലിനെ അറിയില്ലെങ്കിലും ബേസിക്കായിട്ട് അതിൻ്റെ ഇത് കഴിഞ്ഞാൽ കോടതി പറയും നിങ്ങൾ ഡ്രാഫ്റ്റ് ഇഷ്യൂ തരുമെന്നല്ലേ പറയുക. ഡ്രാഫ്റ്റ് ഇഷ്യൂ തരിക, എന്നിട്ട് ഇഷ്യൂസ് ഫ്രെയിം ചെയ്യും. അതാണ് ഫാക്റ്റ് ഇൻ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയിനും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ പറയും. അപ്പോൾ ക്രിമിനൽ കേസിൽ എന്തായിരിക്കും ഫാക്റ്റ് ഇൻ ഇഷ്യൂ? അവിടെ പ്ലെയിൻ്റ് ഇല്ല, റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഇല്ല. അവിടെ എന്താ ചെയ്യണത്? 3 നോട്ട് ചെയ്ത ആൾ അല്ലെങ്കിൽ 420 ചെയ്ത ആളോട് അയാൾ വന്ന് ഹാജരായി കഴിയുമ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അയാൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം, ഇല്ല എന്ന് പറയും. ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ പറയാറില്ല, ഇല്ല എന്ന് പറയും. അപ്പോഴല്ലേ ഫാക്റ്റിന് ഇഷ്യൂ വരുള്ളൂ. ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഏതാണ് ഫാക്റ്റിന് ഇഷ്യൂ? എന്താണ് തീരുമാനിക്കപ്പെടേണ്ടത്? ഏത് കുറ്റമാണോ അയാൾക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ നെസസറി എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ഇതിനകത്ത് ഇലിസ്ട്രേഷൻ ഉണ്ട്. ഒരാൾ കൊന്നു. ഒരു ക്ലബ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ക്ലബ് എന്ന് പറയുന്നത് നമ്മളെ കളിക്കുന്ന ക്ലബ്ബാണ്. ക്ലബ് എന്ന് വെച്ചാൽ ഒരു ഗത പോലെ വലിയ അടിക്കുന്ന സാധനം എന്നുള്ള അർത്ഥമുണ്ട്. ഇലിസ്ട്രേഷൻ ഇതാണ്. എ ഈസ് അക്യൂസ്ഡ് ഓഫ് ദ മർഡർ ഓഫ് ബി. എ ബിയെ കൊന്നു എന്നുള്ളതാണ് അലിഗേഷൻ. At his trial, the following facts may be in issue: that A caused B's death, that A intended to cause B's death. ഇത് രണ്ടും വെച്ചിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് 2-3 കൂടിയുണ്ട്. അപ്പോൾ ഇത് വടികൊണ്ടടിച്ചു, ആ അടി കൊണ്ട് ഇയാൾ മരിച്ചു, കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. ഗദ പോലെയുള്ള സാധനമാണ് ക്ലബ് എന്ന് വെച്ചാൽ. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഒഫൻസ് ആണ്. അപ്പോൾ അത് 3ഉമാണ് ഫാക്റ്റ് ഇൻ ഇഷ്യൂ. That A had received grave and sudden provocation from B. That A at the time of doing the act which caused B's death was by reason of unsoundness of mind incapable of knowing its nature. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡിഫെൻസ് പ്ലീഡ് ചെയ്യണം. ഇറ്റ് വാസ് ഡ്യൂ ടു സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ദാറ്റ് ഐ കമ്മിറ്റഡ് ഇറ്റ്. അല്ലെങ്കിൽ പറയാണ് ഇത് ദ അക്യൂസ്ഡ് വാസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് he was not able to understand the consequences of what he was doing or whether what he was doing was right or wrong in law. അതാണല്ലോ സെക്ഷൻ 84 ഇൻസാനിറ്റി പ്ലീഡ്. അപ്പോൾ ഇങ്ങനെ ഡിഫെൻസ് എടുക്കുമ്പോൾ ഫാക്റ്റ് ഇൻ ഇഷ്യൂ അതും പെടും. അവർ പറയണത് ശരിയാണോ എന്നുള്ള തീരുമാനിക്കണ്ടേ, ആ ഡിഫെൻസ് തീരുമാനിക്കണം. അപ്പോൾ അവിടെ ഫാക്റ്റ് ഇൻ ഇഷ്യൂ അതും ഉണ്ട് ഒരു ഡിഫെൻസ് എടുക്കുമ്പോൾ. അപ്പോൾ ക്രിമിനൽ കേസിൽ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഒഫൻസ് ആൻഡ് ഓൾസോ ദ ഡിഫെൻസ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇന്നിന്ന കാര്യങ്ങൾ തീരുമാനിച്ചാലേ ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫാക്ട്സ് ഇൻ ഇഷ്യൂ. മലയാളത്തിൽ പറഞ്ഞ വിവാദ വസ്തുത. ഇതാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇനിയുള്ള 55 വരെയുള്ള സെക്ഷനിലെല്ലാം ഫാക്റ്റ് ഇൻ ഇഷ്യൂ ഓർ റെലവൻറ്റ് ഫാക്റ്റ് എന്ന് പറഞ്ഞു വരും. അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. Whenever under the provisions of the law for the time being in force relating to civil procedure, any court records an issue of fact, the fact to be asserted or denied in the answer to such issue is a fact in issue. ഇതിപ്പം നമുക്കറിയാവുന്നതാണ്. ഫാക്റ്റ് ഇൻ ഇഷ്യൂ, ഡ്രാഫ്റ്റ് ഫാക്റ്റ് ഇൻ ഇഷ്യൂ തരും എന്നുള്ളത്. പിന്നെയുള്ള സെക്ഷനാണ് ഡോക്യുമെൻ്റ്. ഇപ്പോൾ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അമെൻമെൻറ്റ് വന്നേക്കണം. അപ്പോൾ നേരത്തെയുള്ള ഡോക്യുമെൻറ്റ് മീൻസ് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ് ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ്, ഫിഗേഴ്സ് ഓർ മാർക്സ് ഓർ ബൈ മോർ ദാൻ വൺ ഓഫ് ദോസ് മീൻസ് ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഓർ വിച്ച് മേ ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റെക്കോർഡ്. ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എഴുതിയ സംഗതിക്ക് നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് നമ്മുടെ സാധാരണ ഓർഡിനറി പാർലൻസിൽ പറയുള്ളൂ. എവിഡൻസ് ആക്ടിലെ ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ നെയിം പ്ലേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ഡോക്യുമെൻറ്റ്. അതായത് വേർഡ്സ് പ്രിൻറ്റഡ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻ ഓൺ എ മെറ്റൽ പ്ലേറ്റ് ഓർ സ്റ്റോൺ ഈസ് എ ഡോക്യുമെൻറ്റ്. ഒരു കല്ലിൻ്റെ പുറത്തോ ഇതൊക്കെ അതെല്ലാം ഡോക്യുമെൻ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ് വരുന്നുണ്ട്. ഇനി ഡിവൈസസ് വരുന്നത് അതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നീട് ഇപ്പം അമെൻമെൻറ്റ് വന്നപ്പോഴേക്ക് വന്നേക്കണം.
അതാണ് ഡോക്യുമെൻ്റ്. ഇതിൻ്റെ ഡെഫിനിഷൻ തന്നെ പിന്നെ IPCയിലും വേറെ ഡോക്യുമെൻ്റ് എന്നും പറഞ്ഞ് വേറെ ഡോക്യുമെൻ്റ് ഉണ്ട്. ഒരു പ്രതലത്തിൽ വാക്കുകൾ കൊണ്ടോ ബൈ ലെറ്റേഴ്സ്, മാർക്സ് ഓർ ഫിഗേഴ്സ്, അക്കങ്ങൾ കൊണ്ടോ അടയാളങ്ങൾ കൊണ്ടോ രേഖപ്പെടുത്തില്ല എന്ന് വെച്ചാൽ മനസ്സിലാക്കപ്പെടാൻ വേണ്ടി രേഖപ്പെടുത്തിയിട്ടുള്ളതെല്ലാം ഡോക്യുമെൻ്റ് എന്നുള്ള ഇതിൽ വരും. ഇത് സംഗതി റൈറ്റിംഗ് ഈസ് എ ഡോക്യുമെൻ്റ്. നമ്മൾ ഇതിലിപ്പോൾ എന്താണ് ഇത്രയ്ക്ക് വലിയ ഡോക്യുമെൻ്റ് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു കേസിൽ അത് നമുക്കൊരു അനുകൂലമായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഒരു NDPS കേസാണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ കേസിൽ. അതിനകത്ത് സെക്ഷൻ 42 ഉണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോ ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ അകത്തോ ഒരു എൻക്ലോസ് ചെയ്ത പ്ലേസിനകത്തോ ഈ നാർക്കോട്ടിക് ഡ്രഗിൻ്റെ എന്തെങ്കിലും കച്ചവടമോ പ്രതികളോ വല്ലതും ഉണ്ടെന്ന് അറിവ് കിട്ടിയാൽ on receipt of information and taking down in writing എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ അത് എഴുതിയെടുക്കണം, മാൻഡേറ്ററിയാണ്. അതങ്ങനെ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ഈ കേസ് വിസ്തരിക്കുമ്പോൾ മാൻഡേറ്ററി സെക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ എഴുതിയെടുത്തിട്ടെന്ന് പ്രൂവ് ചെയ്താൽ കേസ് വിട്ടുപോകും. 42 NDPS ആക്ടിൽ ഒരു സെക്ഷനാണ് രഹസ്യ വിവരം ഒരാൾക്ക് കിട്ടണ, ഒരു എംപവേർഡ് ഓഫീസറിന് കിട്ടുകയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ മുറിയല്ല, ഒരു പ്രൈവറ്റ് മുറി, പബ്ലിക് പ്ലേസ് ആയിരിക്കുന്നത്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ടേക്കൻ ഡൗൺ ഇൻ റൈറ്റിംഗ്. സെക്ഷൻ 91 ഓഫ് ദ എവിഡൻസ് ആക്ട് നമ്മൾ ഇനി പഠിക്കും. എക്സ്ക്ലൂഷൻ ഓഫ് ഓറൽ എവിഡൻസ് എന്ന് പറയും. അതായത് when the terms of a contract, grant or disposition of property or any matter which law requires to be in the form of a document, അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 91 എവിഡൻസ് ആക്ട്. നമ്മൾ പഠിക്കും. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാനുണ്ട്. ഈ റൈറ്റിംഗ് ഡോക്യുമെൻ്റ് എന്നുള്ള ഇലിസ്ട്രേഷൻ പഠിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയണതാണ്. അപ്പോൾ സെക്ഷൻ 91 പ്രകാരം the terms of a contract, terms of a grant, terms of disposition of property വിനിമയം നടത്തുമ്പോൾ, ഇപ്പം നമ്മൾ സെയിലൊക്കെ നടത്തുമ്പോൾ ചെയ്യുന്ന സംഗതി തന്നെ, അതിന് ഒറിജിനൽ ഡോക്യുമെൻ്റ് കോടതിയിൽ ഹാജരാക്കാൻ പാടുള്ളൂ. അഥവാ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് കാണിക്കുകയാണെങ്കിൽ സെക്കൻഡറി എവിഡൻസ് കൊടുക്കാം. ആൻഡ് എനി മാറ്റർ വിച്ച് ദ ലോ റിക്വയർസ് ടു ബി ഇൻ ദ ഫോം ഓഫ് എ ഡോക്യുമെൻ്റ് എന്നും സെക്ഷൻ 91 പറയുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവർ ഈ ഇൻഫർമേഷൻ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പോലീസുകാരന് കിട്ടി, അങ്ങനെ അത് GDയിൽ ജനറൽ ഡയറിയിൽ എഴുതി വെച്ചു എന്നാണ് അവരുടെ കേസ്. എന്നിട്ട് അവർ കോടതിയിൽ അതിൻ്റെ ഒരു വേറെ സംഗതികൾ അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടില്ല, ഒറിജിനൽ ഡോക്യുമെൻ്റ് കൊണ്ട് അതിൻ്റെ കോപ്പി അയച്ചു കൊടുത്താണ് അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കോപ്പി ഇമ്മീഡിയറ്റ് ഒഫീഷ്യൽ സുപ്പീരിയറിന് വിത്തിൻ 72 hours കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അത് അവർ അയച്ചു കൊടുത്തു. ആ കോപ്പിയാണ് ഇവിടെ ഹാജരാക്കിയത്. അപ്പം നമ്മളൊരു കണ്ടൻഷൻ എടുത്തു. ഇവിടെ വിച്ച് ദ ലോ പ്രിസ്ക്രൈബ്സ് ടു ബി ഇൻ റൈറ്റിംഗ് ഇൻ ദ ഫോം ഓഫ് എ ഡോക്യുമെൻ്റ് എഴുതിയെടുക്കണമെന്ന് നിയമം പറയുന്നുണ്ട്. എഴുതിയെടുത്തു. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു. എഴുതിയിരിക്കുന്നത് GDയിലാണ്. അപ്പോൾ GD ഹാജരാക്കണം, അല്ലെങ്കിൽ GDൻ്റെ ട്രൂ എക്സ്ട്രാക്റ്റ് ഹാജരാക്കണം. അത് രണ്ടും ഹാജരാക്കിയില്ലെങ്കിൽ സെക്ഷൻ 91 വെച്ച് നോക്കുമ്പോൾ കേസ് വിട്ടുപോകണം. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എന്നുള്ളതിൽ എ റൈറ്റിംഗ് ഈസ് എ ഡോക്യുമെൻറ്റ്. ലോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഷാൽ ബി ടേക്കൻ ഡൗൺ ഇൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ്. സെക്ഷൻ 91 പറയുന്നത് എന്താണ്? when law requires anything to be in the form of a document, that original thing itself should be produced എന്നാണ്. അപ്പോൾ ഈ ഡെഫിനേഷൻസ് നമ്മളിങ്ങനെ വെറുതെ പഠിച്ചു പോണതല്ല, ഇതുകൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങളുണ്ടാവും. ഇപ്പോൾ അതാണ്. പിന്നെ വേറെ ഇതുണ്ട്. ഇപ്പോൾ ഡിസിഷൻസ് വന്നില്ലേ, എക്സിബിറ്റ് P1 എന്നൊക്കെ പറഞ്ഞ് വന്നില്ലേ. നമുക്ക് പിന്നെ ഉള്ളത് എവിഡൻസ് ആണ്. എവിഡൻസ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റാവുന്നതാണ്. ബ്രേക്ക് വേണോ?
എവിഡൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വലിയ ആസ്പെക്റ്റിലെ വിച്ച് മേക്സ് പ്ലെയിൻ എന്നുള്ള അർത്ഥത്തിലാണ്, അത് വ്യക്തമായി കാണിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എവിഡൻസ് എന്നുള്ള വാക്കിൻ്റെ ആ ഇൻ്റർപ്രിട്ടേഷൻ വന്നെ. എവിഡറെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേറെ ഫ്രഞ്ച് വാക്കിൻ്റെ വരുന്നത്. അതിൽ എനി സ്റ്റേറ്റ്മെൻറ്റ്സ്, അതാണ് പഴയത്. എനി സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ദ കോർട്ട്, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ദ കോർട്ട് പെർമിറ്റ്സ് ഓർ റിക്വയേഴ്സ് ദ വിറ്റ്നസസ് ടു മേക്ക് ബിഫോർ ഇറ്റ് touching the subject of enquiry. Evidence means and includes all statements which the court permits or requires to be made before it by witnesses in relation to matters of fact under inquiry. Such statements are called oral evidence. നമ്മൾ സിമ്പിളായിട്ട് വായിച്ചു പോയുമ്പോൾ എനി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ദ കോർട്ട് പെർമിറ്റ്സ് or requires the witnesses to make before it in relation to matters of fact under inquiry. സിമ്പിളാണ്. അതിനകത്തൊരു വാക്കുണ്ട്, എല്ലാവരും പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആവില്ല, വിറ്റ്നസസ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എവിഡൻസ് ആവുള്ളൂ. 313 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുമല്ലോ പ്രതി, എവിഡൻസ് കഴിഞ്ഞിട്ട് പ്രതിയോട് ചോദിക്കുമല്ലോ കോടതി, ഇന്നിന്ന സാക്ഷികൾ നിങ്ങളോട് ഇന്നിന്ന പോലെ പറയുന്നു, എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. അത് എവിഡൻസ് ആണോ? അല്ല. ഈ സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ അത് എവിഡൻസ് അല്ല. ഞാൻ ഒന്നും കൂടി വായിക്കാം. ഓൾ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ദ കോർട്ട് പെർമിറ്റ്സ് ഓർ റിക്വയർസ് ടു ബി മെയ്ഡ് ബിഫോർ ഇറ്റ് ബൈ വിറ്റ്നസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻ റിലേഷൻ ടു മാറ്റേഴ്സ് ഓഫ് ഫാക്ട് അണ്ടർ ഇൻക്വയറി. അപ്പോൾ സാക്ഷികൾ പറയുന്നതാണ്. ഇപ്പം അമെൻമെൻറ്റ് വന്നപ്പോഴേക്കും ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ്, വീഡിയോ കോൺഫറൻസിങ് വരെ വന്നിട്ടുണ്ട്. അത് അതിനകത്ത് നമുക്ക് പിന്നീട് നോക്കാം, ഞാൻ ഇതിനകത്ത് കൂട്ടിക്കൊടുക്കണം. സച്ച് എവിഡൻസ് ആർ കോൾഡ് ഓറൽ എവിഡൻസ്. നമ്മൾ വായ്മൊഴി എന്ന് പറയും, സാക്ഷികൾ കൂട്ടിക്കറി എന്ന് പറയുന്നതിനാണ് ഈ പറയുന്നത്. അത് കോർട്ട് പെർമിറ്റ് ചെയ്യും. കോർട്ട് ക്യാൻ റിക്വയർ ഹിം ടു മേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്. കോടതിയുടെ ഒക്കെ പറയാൻ, നിങ്ങൾ ഇന്ന കാര്യത്തെക്കുറിച്ച് കോടതിക്ക് ചോദ്യം ചോദിക്കാമല്ലോ. 165 എവിഡൻസ് ആക്ട് പ്രകാരം കോർട്ട് ക്യാൻ പുട്ട് എനി ക്വസ്റ്റ്യൻ ടു എനി വിറ്റ്നസ് അറ്റ് എനി ടൈം റിഗാർഡിങ് എനിത്തിങ്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള ചോദ്യം വരാം. പക്ഷേ അതിന് കൗണ്ടറായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബട്ട് ഇസ് ജഡ്ജ്മെൻറ്റ് ഷുഡ് ബി ഓൾവേസ് ബേസ്ഡ് അപ്പോൺ റെലവൻറ്റ് ഫാക്ട്സ്. കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കാം, പക്ഷേ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ റെലവൻറ്റ് ഫാക്ട്സിലേ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് അത്. അപ്പോൾ all statement which the court permits or requires the witnesses to make before it regarding the transaction, regarding the matters of fact under inquiry, അതാണ് oral evidence. All documents including electronic records produced for the inspection of the court, such documents are called documentary evidence. ഇപ്പം നമ്മൾ ഡോക്യുമെൻ്റ് എവിഡൻസ് എന്ന് പറയുന്നത് കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന ഡോക്യുമെൻസിനെയാണ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഇതാണ് രണ്ട് പീസ് ഓഫ് എവിഡൻസ് ഉള്ളത്, ഓൾ ഡോക്യുമെൻറ്റ്സ്. പിന്നെ ഇത് കൂടാതെ നമ്മളൊരു മെറ്റീരിയൽ ഓബ്ജക്ഷൻ കൂടി വരില്ലേ. ഇപ്പോൾ കോടതിയിലാണെങ്കിൽ ഈ കൊലക്കേസുകൾ അതൊക്കെ ചെയ്യുമ്പോഴേക്കും കത്തി ഉണ്ടാവും, കളവ് കേസാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങളുണ്ടാവും, അതൊക്കെ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആയിട്ട് വരും. അത് ഓറൽ എവിഡൻസിനെ കുറിച്ച് പറയണ ഒരിടത്ത് 5960 വരുന്ന സ്ഥലത്ത് പിന്നീട് വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ എവിഡൻസ് എന്നുള്ള ഈ ഡെഫിനിഷൻ പഠിച്ചതെന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുക, ഈ 313 സ്റ്റേറ്റ്മെൻറ്റ് വെദർ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എവിഡൻസ് എന്നുള്ളത് നമുക്കറിയാം. സാക്ഷികൾ പറയുന്ന മൊഴികളാണ് എവിഡൻസ്, സാക്ഷികൾ പറയാത്ത എവിഡൻസ് അല്ല. അത് എപ്പോഴാണ് പിന്നെ അത് എന്താണെന്ന് ചോദിച്ചാൽ, അത് മാറ്റേഴ്സ് വിച്ച് ദ കോർട്ട് ക്യാൻ കൺസിഡർ എന്നും പറഞ്ഞ് നമ്മൾ പ്രൂവ്ഡ്, നോട്ട് ഡിസ്പ്രൂവ്ഡ്, നോട്ട് പ്രൂവ്ഡ് എന്നുള്ള ഡെഫിനിഷൻ പഠിക്കും. നമുക്കിനി പതിയെ ഒന്ന് അത് നോക്കാം, എല്ലാം കൂടി പറ്റുമോ? ഇങ്ങനെ കുറേശ്ശെ ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി. എ ഫാക്ട് ഈസ് സെറ്റ് ടു ബി പ്രൂവ്ഡ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ തർക്കം വന്നിട്ടുള്ള കാര്യമാണ്.
ഈ ഫാക്റ്റ് എന്നുള്ളത് ഒരു കേസിനെ കുറിച്ചാണോ പറയുന്നത്, സെക്ഷൻ 3 കേസ് പ്രൂവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണോ എന്നുള്ള വലിയ തർക്കമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഫാക്റ്റ്, ഒരു വസ്തുത. എ ഫാക്റ്റ് ഈസ് സെറ്റ് ടു ബി പ്രൂവ്ഡ് വെൻ ആഫ്റ്റർ കൺസിഡറിങ് ദ മാറ്റേഴ്സ് ബിഫോർ ഇറ്റ് ദ കോർട്ട് ഐദർ believes it to exist. അത്രയും മനസ്സിലായോ? എ ഫാക്റ്റ് ഈസ് സെറ്റ് ടു ബി പ്രൂവ്ഡ് വെൻ ആഫ്റ്റർ കൺസിഡറിങ് ദ മാറ്റേഴ്സ് ബിഫോർ ഇറ്റ് ദ കോർട്ട് ഐദർ ബിലീവ്സ് ഇറ്റ് ടു എക്സിസ്റ്റ്. കോടതി അങ്ങ് വിശ്വസിക്കണം, ഇത് രണ്ടും അങ്ങ് വിശ്വസിക്കുകയാണ്. കോടതിയുടെ മുമ്പാകെയുള്ള സംഗതികളൊക്കെ നോക്കിയിട്ട്, ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫാക്ട് ഇൻ ഇഷ്യൂ വെദർ ഇറ്റ് എക്സിസ്റ്റ് ഓർ നോട്ട് എക്സിസ്റ്റ്. ഒരു വസ്തുത ഉണ്ടെന്നൊരാൾ പറയും, ഇല്ലെന്നൊരാൾ പറയും, അങ്ങനെയല്ലേ പറയുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കണമാണ് ഫാക്ട് ഇൻ ഇഷ്യൂ ഡിസൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എ ഫാക്ട് ഈസ് സെറ്റ് ടു ബി പ്രൂവ്ഡ് വെൻ ആഫ്റ്റർ കൺസിഡറിങ് ദ മാറ്റേഴ്സ് ബിഫോർ ഇറ്റ്. അതാണ് എവിഡൻസ് അല്ലല്ലോ. മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വേറെ കുറേ സാധനം, എവിഡൻസ് എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചേക്കുന്നത്. എവിഡൻസ് നമ്മൾ കണ്ടു, ഓറൽ എവിഡൻസും ഡോക്യുമെൻ്ററി എവിഡൻസും, വിറ്റ്നസസ് പറയുന്നതും കോടതിക്ക് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സും. അപ്പോൾ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പിന്നെ എന്തൊക്കെ വരും? ആർഗ്യുമെൻറ്റ്സ് വരും, 313 സ്റ്റേറ്റ്മെൻറ്റ് വരും, നമ്മൾ കൊടുക്കുന്ന സൈറ്റേഷൻസ് വരും. അങ്ങനെ ഈ ഓറൽ ഡോക്യുമെൻ്ററി എവിഡൻസ് അല്ലാത്ത മറ്റെല്ലാ സംഗതികളും മാറ്റേഴ്സിൽ വരും. നമ്മുടെ വാദങ്ങളെല്ലാം കൂടി കേട്ടിട്ടല്ലേ കോടതി. അപ്പോൾ ഒരു വസ്തുത ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുമ്പോൾ കോടതി ഒന്നുകിൽ, അതാണ് ഐദർ ദ കോർട്ട് ബിലീവ്സ് ഇറ്റ് ടു എക്സിസ്റ്റ്, കോടതി അങ്ങ് ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ആ ഫസ്റ്റ് 2 ലിമ്പായിട്ടാണ് കോർട്ട് ഐദർ ബിലീവ്സ് ഇറ്റ് ടു എക്സിസ്റ്റ്. കോടതി ഏതാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയത്? ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റാണ്, ഇയാൾ മരിച്ചത് ഈ കുത്തുകൾ കൊണ്ട് ഏറ്റു മരിച്ചാണെന്നുള്ളതാണ്. ആ ഡോക്ടറെ ക്രോസ് എക്സാമിൻ ചെയ്തിട്ടില്ല. അപ്പോൾ കോടതിക്ക് തീരുമാനിക്കേണ്ട ഫാക്റ്റ് വെദർ ഹി ഡൈഡ് ഓഫ് ദ ഇഞ്ചുറി സസ്റ്റൈൻഡ് ബൈ ഹിം. അയാൾക്ക് കിട്ടിയ ഇഞ്ചുറി കൊണ്ടാണോ ഇയാൾ മരിച്ചതെന്ന് അറിയണം. ആ ഫാക്റ്റ് പ്രൂവ് ചെയ്യാൻ കോടതിക്ക് ഒന്നും പറയണ്ട, വേറെ ഒന്നും നോക്കണ്ട, ഒരു പ്രിസംഷനും വേണ്ട. കോർട്ട് ക്യാൻ ഡയറക്റ്റ്ലി ബിലീവ് ഇറ്റ് ബിക്കോസ് ആ എവിഡൻസ് അൺചലഞ്ചഡ് ആണ്. ഡോക്ടറിനെ ക്രോസ് എക്സാമിൻ ചെയ്തിട്ടില്ല. ഡോക്ടർ പറഞ്ഞേക്കണ ഹി ഡൈഡ് ബിക്കോസ് ഓഫ് ദി സ്റ്റാബ് ഇഞ്ചുറീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ദാറ്റ് ഫാക്ട് ദ കോർട്ട് സ്റ്റേറ്റ് അവേ ക്യാൻ ബിലീവ് ടു എക്സിസ്റ്റ്. ഒരു ഫാക്റ്റ് തീരുമാനിക്കപ്പെടേണ്ടത് ഇയാൾ മരിച്ചത് ഇതുകൊണ്ടാണോ എന്നുള്ളതാണ്. അത് കോടതിക്ക് സ്റ്റേറ്റ് അവേ കോർട്ട് ക്യാൻ ബിലീവ്. സോ that is one of the circumstances in which court can come to a conclusion that it exists without going into any thought process. ഇത് ആണല്ലോ നമ്മൾ രണ്ടാമത് വരെയാണ്. A fact is said to be proved when after considering the matters before it the court either believes it to exist. ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. court believes it to exist, okay, or considers its existence so probable that a prudent man ought under the circumstances of the particular case to act under the supposition that it exists. അപ്പോൾ ഇത് വായിച്ചു വരുമ്പോൾ എന്താണ്, ഒരു പ്രൂഡൻറ്റ് മാൻ എന്ന് പറഞ്ഞ് ഇതിനകത്ത് വരുന്നുണ്ട്. പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ വിവേകം. നമ്മൾ പലരും വിവേകത്താൽ നയിക്കപ്പെടുന്നവരല്ല, നമ്മൾ പലരും വികാരത്താൽ നയിക്കപ്പെടുന്നവരാണ്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കൂട്ടമാണ്, ചിന്തകളുടെ വികാരത്തിൻ്റെ കൂടി ഒരു കൂട്ടമായിട്ട് മനസ്സിനെ പറയാം. മനസ്സിൻ്റെ കുറേയും കൂടി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തലത്തിൽ വരുമ്പോൾ അതിന് ബുദ്ധിശക്തി എന്ന് പറയാം, ഇൻ്റലക്റ്റ് എന്ന് പറയാം, അല്ലേ? നമ്മുടെ മനസ്സിൻ്റെ തന്നെ കുറേയും കൂടി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ബുദ്ധി അല്ല ഇൻ്റലക്റ്റ് എന്ന് പറയാം, മനസ്സിൻ്റെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ മനസ്സ് കുരങ്ങനെ പോലെയാണ്. മനസ്സിങ്ങനെ എന്തും വേണം ചെയ്യും. ഇപ്പോൾ ഐസ്ക്രീം കണ്ടാൽ അത് കഴിക്കും, സിഗരറ്റ് വലിക്കാൻ തോന്നും, വെള്ളം ഒടിക്കാൻ തോന്നും, അതൊക്കെ ചെയ്യും മനസ്സ്. മനസ്സ് അങ്ങനെ പാറിപ്പറന്ന് പോണ കുരങ്ങനെ പോലെയാണ്, എന്തും ചെയ്യും. ബുദ്ധിശക്തി അതല്ല. ബുദ്ധിശക്തി അല്ലെങ്കിൽ ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ പവർ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ വാട്ട് ഈസ് റോങ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ്. തെറ്റ് ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിവേകശാലിയായ മനുഷ്യൻ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഈസ് കേപ്പബിൾ ഓഫ് ഡിസ്റ്റിങ്വിഷിങ് ബിറ്റ്വീൻ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അത്രയും കരുതിയാൽ മതി.
വിവേകം എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവ്. ഡിസ്ക്രിഷണറി, നമ്മൾ ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ തന്നെ വേറൊരു അവസ്ഥയാണത്. അപ്പോൾ എപ്പോഴും ക്രിമിനൽ കേസിൽ ഒരു തീരുമാനം എടുക്കപ്പെടുമ്പോൾ ജഡ്ജിക്ക് അറ്റൈൻ ചെയ്യേണ്ട ഒരു മാതൃക വിവേകശാലിയായ ഒരു മനുഷ്യൻ്റെ മാതൃകയാണ്. ജഡ്ജസ് നമുക്കറിയാം, ജഡ്ജസ് പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ജഡ്ജസാണ്. പാർട്ടിയുടെ കടുത്ത സഖാക്കളുണ്ടാവും, ഒരു പാർട്ടിയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുണ്ടാവും, പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരുടെ വളരെ ശാന്തശീലന്മാരായിട്ടുള്ളവരുണ്ട്. നമ്മൾ എത്രയോ പേരെ കണ്ടിരിക്കുന്നു, നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഒരു ഫാക്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അയാൾ ഈ കാര്യങ്ങൾ വെച്ച് തീരുമാനിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഒരു വസ്തുത പ്രൂവ്ഡാണോ അല്ലേ എന്നുള്ള തീരുമാനിക്കുന്ന ആ ഘട്ടം വരുമ്പോൾ ജഡ്ജി അറ്റൈൻ ചെയ്യേണ്ട ഒരു മാതൃക, ഒരു ഗൈഡ് ലൈൻ ഒരു പ്രൂഡൻറ്റ് മാനിൻ്റെയാണ്. വിവേകശാലിയായ ഒരു മനുഷ്യൻ, വിവേകത്താൽ നയിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ തെറ്റും ശരിയും എന്താണെന്ന് അറിയുന്ന ഒരാളുടെ, അയാൾ വികാരത്താൽ നയിക്കപ്പെടുന്ന ആളായിരിക്കരുത്. അങ്ങനെയുള്ള ഒരാളുടെ പോസ്റ്റർ എടുത്തിട്ട് അയാൾ തീരുമാനിക്കണം ഇതിൻ്റെ വെദർ considers its existence so probable that a prudent man ought under the circumstances of the particular case to act upon the supposition that it exists. ഒരു വസ്തുത ഉണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള ബദ്ധപ്പാടിലാണ് നമ്മൾ, മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കേണ്ട, നമ്മൾ കയ്യും കെട്ടിയത്, ജഡ്ജി കയ്യും കെട്ടി ഒരു പ്രൂഡൻറ്റ് മാനെ പോലെ ഇങ്ങനെ നിൽക്കട്ടെ, ഈ ഫാക്ട്സ് എല്ലാം കേൾക്കുക, വാദങ്ങൾ കേൾക്കുക, എവിഡൻസ് നോക്കുക, ഇതെല്ലാം നോക്കിയിട്ട് ഒരു വിവേകശാലിയായ ഒരു മനുഷ്യന് തോന്നുകയാണ് യെസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഫാക്ട്സ് പ്രൂവ്ഡായി. അപ്പോൾ ആ വിവേകശാലിയായ ഒരു മനുഷ്യൻ ആ ഗിവൺ സർക്കംസ്റ്റൻസസിൽ, ഈ പ്രത്യേക അവസ്ഥയിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമോ, ഉണ്ടെന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുമോ ഇല്ലെന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുമോ എന്നുള്ളത് ജഡ്ജി മനസ്സിൽ കൊണ്ട്, നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാലേ നമ്മൾ ജീവിതത്തിൽ കുറേ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചവരല്ലേ, ആണ്, എല്ലാവരും ദുഃഖങ്ങൾ അനുഭവിക്കും. അതേ ദുഃഖം വേറെ ആൾ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പം അതുപോലെ മറ്റൊരു മനുഷ്യൻ്റെ ആ ഇതിൽ നമ്മളെ പ്ലേസിങ് അവർ സെൽസ് ഇൻ ദ ഷൂസ് ഓഫ് അനദർ പേഴ്സൺ, അങ്ങനെയുള്ളൊരു കഴിവ് ജഡ്ജിമാർക്ക് വേണം. ജഡ്ജിമാർക്കല്ലേ, നമുക്കെല്ലാവർക്കും വേണം. ഇപ്പം നമ്മൾ നമ്മുടെ പ്രതിയുടെ ആ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ അവൻ എന്നും കാലത്ത് എണീക്കുമ്പോഴേക്കും ദൈവമേ ഇന്ന് എന്നെ കേസുണ്ടല്ലോ എന്നുള്ള മനപ്രയാസത്തോടു കൂടി അവൻ എണീക്കുന്നത്. ക്രിമിനൽ ലോയേഴ്സിന് അവരുടെ വിഷമം മുഴുവൻ അറിയാം, സിവിൽ ലോയേഴ്സിന് ആ കക്ഷികളുടെ വിഷമം പറയുന്നത് ഈ കേസ് ഇന്നും എനിക്കറിയാം. അപ്പം നമുക്ക് മറ്റൊരാളുടെ മനസ്സിലേക്ക് എറിയുന്ന അയാളുടെ ഭാഗത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവ്, അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ ഒരു വിവേകം കാണിക്കണം. അപ്പോൾ പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ ഫാക്ട് ഈസ് സെഡ് ടു ബി പ്രൂവ്ഡ് വെൻ ആഫ്റ്റർ കൺസിഡറിങ്, അവിടെ ശ്രദ്ധിക്കാനുള്ളത് മാറ്റേഴ്സ് എന്നുള്ള വാക്കാണ്. വെൻ ആഫ്റ്റർ കൺസിഡറിങ് ദ എവിഡൻസ് ബിഫോർ ഇറ്റ് എന്നല്ല പറയുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ എന്നിട്ട് കോടതിക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ കോടതിക്ക് ഇതുപോലെ ഒരു പ്രൂഡൻറ്റ് മാനിൻ്റെ അവസ്ഥയൊന്നും എടുക്കാതെ തന്നെ കോടതിക്ക് തീരുമാനത്തിലെത്താം. അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ടാവും, അൺചലഞ്ചഡ് അഡ്മിറ്റഡ് ഫാക്ട്സ് ഉണ്ടാവും. അതിലൊക്കെ യെസ് സച്ച് എ തിങ് എക്സിസ്റ്റ് എന്ന് തീരുമാനിക്കും. തർക്കം വരുന്ന സംഗതികളിൽ കോടതി ഒരു നിഷ്പക്ഷനായി നിന്ന് വിവേകശാലിയായ ഒരു പുരുഷനെ പോലെ നിന്നിട്ട് ഞാൻ കഴിച്ചോളാം ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് കോടതി തീരുമാനിക്കും വെദർ സച്ച് എ ഫാക്ട് എക്സിസ്റ്റ്. അങ്ങനെ ഉണ്ടെന്ന് കാണുമ്പോൾ ഫാക്ട് ഈസ് സെറ്റ് ടു ബി പ്രൂവ്ഡ്.